സ്വാഗതം, നമസ്കാരം. ആരെങ്കിലും അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കടന്നിരിക്കും. പ്രകാശന ചടങ്ങ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് എത്രമാത്രം നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധ കൊടുത്ത് അതിനോട് പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ വന്ന കാലം തൊട്ട് ഇതുവരയ്ക്കും മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇന്നിപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ട്. ലാലേട്ടനെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. നമസ്കാരം. സന്തോഷമായ ഒരു സായാഹ്നമായി മാറട്ടെ. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. അതുമായിട്ട് എനിക്കുള്ള ബന്ധം അത് എന്ന് തുടങ്ങിയെന്നൊന്നും എനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. 15 വർഷമായി ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ വർഷങ്ങളുടെ കണക്കുകൾ ആലോചിക്കുന്നത്. അദ്ദേഹത്തിനെ എവിടെ വെച്ച് പരിചയപ്പെട്ടു, പിന്നെ എവിടെയൊക്കെ വെച്ച് കണ്ടു എന്നൊക്കെ ഉള്ളത് ഞാൻ ഓർക്കാറില്ല. അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കും മധുവുമായിട്ടുള്ള ബന്ധം വളരെയധികം എന്താ പറയണ്ടേ, രസം എന്ന് പറയാൻ പറ്റില്ല. വളരെ പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അധ്യാപകനാണ്, ഒരു സംഗീതജ്ഞനാണ്, സംഗീതത്തെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. ഇപ്പോൾ എന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു, അത് എനിക്കറിയില്ല. പക്ഷേ അതുപോലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹവും ഞാനുമായിട്ട് പല അവസരങ്ങളിൽ പല സ്ഥലങ്ങളിലും, അത് ചിലപ്പം മ്യൂസിക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ അദ്ദേഹം പല പ്രാവശ്യം എന്നെ വലിയ മ്യൂസിഷ്യൻസിനെ പരിചയപ്പെടാൻ സാധിച്ചത് ഒരുപക്ഷെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിലായിരിക്കാം. അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരോട് മാത്രമേ പലതും മനസ്സ് തുറന്ന്, അല്ലെങ്കിൽ മനസ്സ് തുറക്കാതെ, അറിയാതെ, അറിഞ്ഞുകൊണ്ട് ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ഒരാളാണ് മധു. എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കാറില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ അതിനൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അറിയാം, കുട്ടികളെക്കുറിച്ച് അറിയാം. പെട്ടെന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം കുമാർ ഗന്ധർവ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു. പലപ്പോഴും എനിക്ക് മനോഹരമായ കമ്പോസിഷൻസ് അയച്ചു തരുന്ന ആളാണ്. ഏതാണ്ട് 5000, 6000 അതിൽ കൂടുതൽ സമയമുണ്ടെന്ന് തോന്നുന്നു, മണിക്കൂറുകളോളം സംഗീതം കയ്യിലുള്ള ആളാണ്. അത് കർണാട്ടിക് മ്യൂസിക്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ലളിത ഗാനങ്ങളായാലും, അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് ആയാലും, ഒരുപാട് പുതിയ സിംഗേഴ്സിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ഞാൻ US-ൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ, പേരൊന്നും പറയുന്നില്ല, അവിടുത്തെ ഏറ്റവും വലിയൊരു UN-ലെ ഒരു ടോപ്പ് ഒഫീഷ്യൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവർക്ക് വളരെയധികം പ്രാമുഖ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണ്, കുമാർ ഗന്ധർവിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം കുമാർ ഗന്ധർവിനെ. അപ്പോൾ അവർക്ക് അതിശയമായി. കാര്യം എങ്ങനെ എനിക്കറിയാം? മധുവിലൂടെയാണ്. ഞാൻ വിളിച്ചു പറയുകയും അപ്പോൾ തന്നെ മധു കുമാർ ഗന്ധർവിൻ്റെ കുറച്ച് പാട്ടുകൾ, അതൊരു വലിയ കാര്യമാണ് അവർക്കത് കിട്ടുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഉപകരണമായി ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തോട്ട്സ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാഗ്രഹം തോന്നിയിട്ട് അത് കിട്ടുക എന്ന് പറയുന്നത്, സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ധാരണയിലുള്ള ഒരാളായിട്ട് മാറി ഞാനും. അതിൻ്റെ കാരണക്കാരൻ മധുവായിട്ട് മാറി. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു സിനിമയാണ് ഞാൻ അഭിനയിച്ച പ്രണയം എന്ന് പറയുന്ന സിനിമ. അത് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു. ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ, എൻ്റെ കഥയൊക്കെ മധുവായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മധുവിൻ്റെ സിനിമകൾ, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ലെനർഡ് കോഹൻ എന്ന് പറയുന്ന സിംഗറെ കുറിച്ച് അറിയുന്നത്. അത് മധുവാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ലെനർഡ് കോഹൻ എന്നുള്ള സിംഗറെ കുറിച്ച് അറിയാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു സോങ് ഉണ്ട്, ഐ ആം യുവർ മാൻ എന്ന് പറയുന്ന സോങ്. അത് മനോഹരമായ ഒരു ലിറ്ററേച്ചറാണ്. അപ്പം എനിക്ക് ആ പാട്ട് കേട്ടിട്ട് ഞാൻ മധു, നമുക്ക് ഈ പാട്ട് നമ്മുടെ ഈ സിനിമയിൽ ഉൾക്കൊള്ളിക്കണം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കിത് ചെയ്യണം.
ആ സിനിമയിൽ ഏറ്റവും മനോഹരമായ ഒരു സീനായിട്ട് അത് മാറി. ഞാൻ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതത്തിൽ ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയാണ്, ഐ ആം യുവർ മാൻ. ഇപ്പം മധു 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. അടുത്ത ഇനിയുള്ള ജീവിതത്തിൽ അതുപോലെ ഐ ആം യുവർ മാൻ എന്ന് പാടാൻ അർഹതയുള്ള ഒരാളാണ് മധു. ഒരുപാട് സന്ദർഭങ്ങൾ ഇപ്പോൾ അവസാനം എഴുതിയിരിക്കുന്ന പങ്കജ് ദാസിൻ്റെ കൂടെയുള്ളൊരു സന്ദർഭത്തിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കാൻ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളല്ല. ഞാൻ പല പുസ്തക പ്രകാശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പം മലയാളത്തിൽ നിന്ന് ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, മലയാളത്തിലല്ല ഇത്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തൊന്നും സംഭവിക്കാത്ത ഒരു പുസ്തക പ്രകാശനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കാര്യം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് ഒരു ഓഥറിൻ്റെ തന്നെ. ഏതാണ്ട് 7 പുസ്തകങ്ങളാണ്. 7 പുസ്തകങ്ങൾ, 5 മലയാളം, ഒരു ഇംഗ്ലീഷ്, ഒരു ഹിന്ദി. ഇത് അത്യപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഒന്നാമത് ഇതൊരു ആർക്കും ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. പിന്നെ അത് വിവിധ തലത്തിലുള്ള പുസ്തകങ്ങളാണ്. സംഗീതത്തെക്കുറിച്ചുണ്ട്, സാമൂഹിക പഠനങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ മറ്റുള്ളവരിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോയട്രി ഉണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ ഞാനും ഉണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഭാഗമായി മാറി. ഞാൻ ഒരു തിരുപ്പതിയിൽ ഒരു യാത്ര പോയിരുന്നു. അവിടെ ഒരു കോളേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രമണ മഹർഷിയുടെ അവിടെയൊക്കെ പോയി. ആ സമയത്താണ് മധു എന്നെ വിളിക്കുന്നത്. അതും ഇതുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് അത്തരം ഒരു ദൈവിക സാന്നിധ്യത്തിലാണ് മധു എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പം പറഞ്ഞാൽ തീർച്ചയായിട്ടും വരാം. ഞാൻ എവിടെ വെച്ച് വേണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമോ എന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നു നിങ്ങളുടെ സമയം, നിങ്ങൾ പറയുന്ന സ്ഥലം. കാര്യം ചില ആൾക്കാരോട് നോന്ന് പറയാൻ പറ്റില്ല. നോന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം ഇതിലെല്ലാ പുസ്തകത്തിലും ഞാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചില്ല. അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. അതൊരു സ്നേഹം എന്നൊരു വാക്കല്ല, അതൊരു ഒരു റിലീജിയനായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം, സ്നേഹിക്കാനും ഒരു ഭാഗ്യം വേണം. അത്തരത്തിൽ ഭാഗ്യം ലഭിച്ച 2 പേരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, 2 പേരും. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ജീവിതകഥ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കുറച്ച് സംസാരിച്ചെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കണ്ട കാഴ്ചകളാണ്. കുടിപ്പള്ളിക്കൂടത്തിൽ അദ്ദേഹത്തിന് ആദ്യമായി പഠിപ്പിച്ച ഒരു ആശാട്ടി, അല്ലേ, ആശാട്ടി മുതൽ അദ്ദേഹം കണ്ട മനുഷ്യരാണ്. മറ്റൊന്നിൽ അദ്ദേഹം തോന്നുന്ന കവികളെക്കുറിച്ച് റൂമി മുതൽ റാഷിദ് ഖാൻ വരെയുള്ളതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, റാഷിദ് ഖാനെ കുറിച്ച് എഴുതി കഴിഞ്ഞ ആ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതൊക്കെ ഒരു വലിയ നിയോഗമാണ്. പിന്നെ സാമൂഹ്യ പഠനങ്ങൾ, ഹിന്ദിയിലുള്ള പുസ്തകം അതിനെക്കുറിച്ചുള്ളതാണ്. അതും പലവിധ കഥകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. കവിതയാകട്ടെ ഈ എറണാകുളം നഗരത്തിനെ കുറിച്ചുള്ളതാണ്. അതിൻ്റെ പ്രണയം, വിരഹം. നമുക്ക് ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴേ അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ സൃഷ്ടിയും ഒരു പെയിൻഫുള്ളാണ്. നമ്മൾ ഏത് കാര്യമല്ല, ഇപ്പോൾ ഒരു പടം വരയ്ക്കുകയാണെങ്കിലും അതിലൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് ആ പെയിൻ ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പാടുന്നതായാലും നൃത്തം ചെയ്യുന്നതിലായാലും ഒരാൾക്ക് അങ്ങനെ പെട്ടെന്നൊരു പുസ്തകം എഴുതാൻ പറ്റില്ലല്ലോ. അങ്ങനെ എഴുതുന്നവരുണ്ടാകാം. പക്ഷെ അതിലേക്ക് കമ്മിറ്റ് ചെയ്ത്, അങ്ങയുടെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പം ഞാൻ അറിഞ്ഞു മധുവിൻ്റെ സുഖമില്ല എന്ന് പറഞ്ഞു. സജീവ് സോമനാണ് പറഞ്ഞത് ഇതിന് സുഖമില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു പനിയാകാം അല്ലെങ്കിൽ എന്താണ്. പക്ഷേ ഇത്രയും അതൊരു എന്തിനു വേണ്ടിയിട്ടുള്ള കാരണമാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാരണമായിരിക്കാം. അല്ലെങ്കിൽ വീണ്ടും എഴുതാനുള്ള, വീണ്ടും സംസാരിക്കാനും വീണ്ടും ചിന്തിക്കാനും എഴുതാനുമുള്ള ഒരു കാരണമായിരിക്കും. എന്തായാലും ഏറ്റവും നല്ല 2 വാക്കുകളാണ് അന്ന് മധു പറയാൻ ശ്രമിച്ചത്. ഒന്ന് അമ്മയും ഒന്ന് ശങ്കരനും. 2 വലിയ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താൻ ഞാൻ അർഹനല്ല. കാര്യം അതിൽ സംഗീതത്തായാലും അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാൻ സംസാരിച്ച ദേവഗാന്ധാരം, അങ്ങനെ ഒരു രാഗം ഇല്ലെന്നാണ് പറയുന്നത്, ദേവഗാന്ധാരി ആണ്. അതും അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വായിക്കാനുള്ള സമയം, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ, അതൊക്കെ ചിലപ്പം
ഒരു പക്ഷേ എന്നിലില്ലായിരിക്കാം. തീർച്ചയായിട്ടും അതിനുള്ളൊരു സമയം വരുമ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. കാര്യം നമ്മൾ സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിൽ വന്നാൽ ഇത്രയും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പുസ്തകത്തെക്കുറിച്ച് മറ്റു പലരും സംസാരിക്കും. പക്ഷെ മധു സംസാരിച്ച കാര്യം വളരെ എന്താണ് സത്യസന്ധതയോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. ആ സത്യസന്ധത ഈ പുസ്തകത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു, ആശംസകൾ അറിയിക്കുന്നു. മധു എന്ന എഴുത്തുകാരനേക്കാളും കൂടുതൽ മധു എന്ന മനുഷ്യനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നല്ലൊരു മനുഷ്യനെ ആണ് നല്ലൊരു എഴുത്തുകാരനായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. നല്ലത് സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കുക കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കലാകാരന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ദൈവികമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ഓറ ശരിക്കും ഫീൽ ചെയ്യുകയാണ്. എഴുത്തുകാരുടെ രൂപത്തിലാണെങ്കിലും സംഗീതജ്ഞരുടെ രൂപത്തിലാണെങ്കിലും അഭിനേതാവിൻ്റെ രൂപത്തിലാണെങ്കിലും. വളരെ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചടങ്ങ് നമ്മൾ തുടങ്ങുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങാണ്. ആദ്യമായിട്ട് പ്രണയ നഗരം എന്നുള്ള പുസ്തകമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ലാലേട്ടനാണ്. അപ്പോൾ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകൻ, ശ്രീകുമാരൻ തമ്പിയുടെ സഹോദരപുത്രൻ, മധുസാറിൻ്റെ കോളേജ് മേറ്റ് ആണ്. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാവുന്നതാണ്. അടുത്ത പുസ്തകം വിരഹം, ജ്യോതി നാരായണൻ. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീമതി ആശ ശരത്താണ്. അടുത്ത പുസ്തകം എന്നെ പുണരും നിലാവേ. ഏറ്റുവാങ്ങുന്നത് ശ്രീ ശരത് കൃഷ്ണ, മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമാണ്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീമതി മഞ്ജു വാര്യരാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ശ്രീജൻ ബാലകൃഷ്ണൻ. അടുത്തത് വസന്ത മുഖാരി എന്ന പുസ്തകമാണ്. അടുത്തതായി പ്രകാശനം ചെയ്യപ്പെടുന്നത് ബിയോണ്ട് യോണ്ട് എന്ന പുസ്തകമാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ പ്രിയ പത്നി. ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും പുഷ്പമതി എന്ന് പറഞ്ഞ ആ പുഷ്പയാണ് വരുന്നത്. പുഷ്പ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിലെ ശോഭ ശരത് ഗോപാലാണ്. അടുത്ത പുസ്തകം റൂബറു. ഏറ്റുവാങ്ങുന്നത് റമീസ സിയു, ശ്രീ മധുവിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി, തൃശൂർ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ. അങ്ങനെ ശ്രീ മധു വാസുദേവൻ എഴുതിയ 7 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി ഒരു ചെറിയ കവിത അവതരണമാണ്. അതിനായി വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് മ്യൂസിക് ഡയറക്ടർ കം സിംഗർ ആയിട്ടുള്ള ശ്രീ സെജോ ജോണിനെയാണ്. സെജോ ജോണിനെ ആദ്യമായി ശ്രീ സുരേഷ് ബാബു, തിരക്കഥാകൃത്തും ചിത്രകാരനുമാണ്. ശ്രീ മധുവിനെ സിനിമാ ഗാന രചനാ രംഗത്തേക്ക് കൊണ്ടുവന്നത് ശ്രീ സുരേഷ് ബാബു ആണ്. ട്രാവൻകൂർ കോട്ടിന്റെ ഭിത്തികളിലുള്ളത് സുരേഷിന്റെ ചിത്രങ്ങളാണ്. ശ്രീ സുരേഷ് വരച്ച മോഹൻലാലിന്റെ കാരിക്കേച്ചറും പ്രശസ്തമാണ്. ഉടൻ തന്നെ സിനിമാ സംവിധാനത്തിലേക്കും കടക്കുകയാണ് ശ്രീ സുരേഷ്. താങ്ക് യു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ സന്തോഷ് രാമൻ, പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനറും കലാസംവിധായകനുമാണ്. ടേക്ക് ഓഫിലെ വർക്കിന് സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ട്. മോഹൻലാൽ ചിത്രം ബറോസിന്റെ കലാസംവിധാനം ശ്രീ സന്തോഷ് രാമനാണ്.
അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കോളിൻസ് ലിയോഫിൽ. പരസ്യകലാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് കോളിൻസിന്. മലയാളത്തിലെ ഒട്ടനവധി മികവുറ്റ സിനിമകളുടെ പരസ്യ കലാകാരനാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് പകരമായി മധുവേട്ടന്റെ മകൻ ബിലഹരി പുസ്തകം പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ ഷിബു ചന്ദ്. ഇന്ത്യയിലെമ്പാടും ചിത്ര പ്രദർശനം നടത്തിയിട്ടുള്ള ചിത്രകാരനാണ്. അടുത്ത കാലത്ത് ചെയ്ത എഴുത്തച്ഛന്റെ ഛായാചിത്രം ഒട്ടേറെ പ്രശംസ നേടിയതാണ്. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ വിജേഷ് ശങ്കറിനെ. മാതൃഭൂമി ഡിജിറ്റലിലെ സീനിയർ ഡിസൈനർ, BFA റാങ്ക് ഹോൾഡർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ ഋഷികേഷ് ജയവാലയാണ്. ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറും തിരക്കഥാകൃത്തുമായ ഋഷി ശ്രീ മധുവിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ന് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാപ്രതിഭ കൂടിയായിരുന്നു ഇദ്ദേഹം. അടുത്തത് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീമതി റമീസ CU, ശ്രീ മധുവിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി, തൃശൂർ കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് മിസ്റ്റർ റോജി ജോണിനെയാണ്. ധനം മാഗസിനിലെ സീനിയർ ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ മനോജ് രാമകൃഷ്ണനെ. മാതൃഭൂമി സോഷ്യൽ മീഡിയയിലെ സീനിയർ ഡിസൈനറാണ്. നന്ദി ലാലേട്ട. അടുത്തത് ഇവിടെ ഒരു കവിത അവതരിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീവത്സൻ. ട്രാവൻകൂർ കോർട്ട് എന്നുള്ള കവിതയാണ് ഇത്. നേരത്തെ ശ്രീ മധു സൂചിപ്പിച്ച പോലെ ഏകദേശം 20-25 മിനിറ്റ് ഈ കവിതയുടെ പൂർണ്ണരൂപം എടുക്കുന്നതിൽ ഞാൻ അതിൻ്റെ ചെറിയൊരു ശകലം മാത്രമേ പാടുന്നുള്ളൂ. ദശാവതാര വർണ്ണനയാണ് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ സാറിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളെയും സംഗീതത്തിനെയും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഈ കവിത. ആദ്യത്തെ ഒരു 2 ഖണ്ഡം. കിരീടമിറക്കി അഴിച്ചിട്ടു വേഷം മായിച്ചു മുഖച്ചായം ആയോധനമുദ്രയിൽ നേർക്കുനേർ താഴ്ന്നമർന്നു നടനഗന്ധർവൻ അഭ്രചാരി നിശ്വസിച്ചു ദീർഘം. ഉടൽ പരപ്പിൽ അങ്ങിങ്ങു പൂത്തതാം ഭാഗ്യച്ചുണങ്ങുകൾ ദൃഢഭുജത്തിൽ പളനിവേൽ പച്ചകുത്തിയ പരിലാളനം. പിന്നിലെ ചുമരിൽ കേരള പെരുമകൾ ചെവിയാട്ടി നിൽക്കുന്ന ചെറുപൂരങ്ങൾ വർണ്ണക്കുടമാറുമ്പോൾ ലഹരിത്തിര ചെറുതായി ഇളകിയ ചുടുകാപ്പി കയ്യിലിരുന്നാവി മേഘം താണുപാറി കൈഫോണിൽ കണ്ടതേ കാതോടു ചേർത്തു മുകർന്നു മോഹനരാഗ സഞ്ചാരങ്ങൾ. രസമഞ്ജരി സൗഗന്ധിനി ശങ്കാരഭ്രമരി ഒരു മുറയിലും വന്നു പാർക്കാത്ത കുന്തളവരാളി കാമവർദ്ധിനി
രതിപ്രിയ നന്നേ രസിച്ചു തല ചുഴറ്റി ധീരശങ്കരാഭരണം അപൂർവം അഭൗമശോണം രാഗപ്രവാഹം ഇവയെല്ലാം കാണുന്ന ഹംസയോഗം ഈശഹിതം 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 സ്നേഹം മധു.